കൊച്ചിൻ ഹനീഫയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മമ്മൂക്കയും മണിയൻപിള്ള രാജുവും നിൽക്കുന്ന ആ ഒരു സീൻ ഒരു മലയാളികളും ഒരിക്കലും മറക്കില്ല. കൊച്ചിൻ ഹനീഫ എന്ന അതുല്യ നടൻ്റെ വിയോഗത്തെപ്പറ്റി ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അന്നത്തെ ആ ചിത്രങ്ങൾ തന്നെയായിരിക്കണം. എന്നും നിഴൽ പോലെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത് കൊച്ചിൻ ഹനീഫയുടെ മക്കൾ കുഞ്ഞു മക്കളായിരുന്നു. അവരെ ഇത്രത്തോളം എത്തുന്നവരെയും അവർക്കൊപ്പം ഉണ്ടായിരുന്നത് ദിലീപാണ്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബം, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ദിലീപ് ആണ് എപ്പോഴും ഉള്ളത്. ദിലീപിനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു 100 സോറി പറഞ്ഞിട്ടായിരിക്കും തിരിച്ചു വിളിക്കുക. ഒരു 100 സോറി പറയും. ഞാൻ അപ്പോൾ തന്നെ തിരിച്ചു വിളിക്കേണ്ടതായിരുന്നു, എൻ്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 100 സോറി പറഞ്ഞുകൊണ്ട് ഇത്താന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. സ്വന്തം സഹോദരി പോലെയാണ്. എന്തിനും എന്നെ വിളിക്കണം, എല്ലാ കാര്യത്തിനും ഞാനുണ്ട് എന്ന് പറയുന്ന ഒരാളായി, ഒരു സഹോദരനായി ദിലീപ് എപ്പോഴും ഉണ്ടെന്ന് ആ കുടുംബം പറയുന്നു. അതുപോലെ തന്നെയാണ് മമ്മൂക്കയ്ക്ക് കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തോടുള്ള സ്നേഹവും. മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിൻ്റെയും സ്നേഹബന്ധത്തെക്കുറിച്ചും എളിമയെക്കുറിച്ചും വൈകാരികമായ വാക്കുകളാണ് അന്തരിച്ച നടൻ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ സഹോദരൻ ഫിറോസ് പറയുന്നത്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബം പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ അതിഥികളായി എത്തിയത് മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും ആയിരുന്നു. ആ നിമിഷങ്ങളിൽ താൻ കണ്ട സുൽഫത്തിൻ്റെ പെരുമാറ്റവും എളിമയുമാണ് ഫിറോസ് പറയുന്നത്. മമ്മൂട്ടി ഒരു അഭിമുഖത്തിൽ മുൻപ് പറഞ്ഞ കാര്യങ്ങളും ഫിറോസ് പറയുന്നുണ്ട്. അമ്മയെപ്പോലെ തന്നെ നമ്മുടെ ഭാര്യയും നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഭാര്യയാണ് പിന്നീട് അമ്മയാകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ദരിയായ സ്ത്രീ എൻ്റെ ഭാര്യയാണ് എന്നായിരുന്നു മമ്മൂട്ടി അന്ന് പറഞ്ഞത്. സുൽഫത്തിൻ്റെ സ്നേഹവും കരുതലും നേരിട്ട് കണ്ടപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം അവർ തന്നെയാണെന്ന് തനിക്കും തോന്നിയെന്നും രണ്ടുപേർക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നും അദ്ദേഹം ഫിറോസ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പറയുന്നുണ്ട്. ഫിറോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മമ്മൂട്ടിയും കുടുംബവും കൊച്ചിൻ ഹനീഫയുടെ വീട് സന്ദർശിച്ചപ്പോൾ എല്ലാവരും മമ്മൂക്കയെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധ പോയത് മറ്റൊരു വ്യക്തിയിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരനായ നടൻ്റെ ഭാര്യ നിഴൽ പോലെ മമ്മൂക്കയുടെ കൂടെ നടക്കുന്നതും അവരുടെ എളിമ, അവരുടെ വസ്ത്രധാരണം, അവരുടെ സംസാരം, അവരുടെ കെയർ ഒന്നും പറയാൻ വാക്കുകളില്ല. എന്നെ കണ്ട ഉടൻ തന്നെ പെങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞു. മമ്മൂക്ക കുട്ടികളുമായി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ എൻ്റെ ക്യാമറ അവരിലേക്ക് പോയി. കാരണം അവർ പറയുന്നുണ്ടായിരുന്നു, മക്കളെ ഒന്നുകൂടി ചേർത്ത് പിടിക്കൂ എന്ന്. മമ്മൂക്ക സെൽഫി എടുക്കുന്ന സമയത്ത് ഓടി വന്ന മക്കളെ ചേർത്ത് പിടിച്ച് കൂടെ നിന്നു. എൻ്റെ പെങ്ങളോട് പറഞ്ഞു, കൂടെ ഉണ്ടാകും ഞാനും മമ്മൂക്കയും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൻറ്റോ എന്ന വ്യക്തി ഫാഫി എന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഉള്ളം വിളിച്ചുപോയി, ഫാഫി ശ്രദ്ധിച്ചിറങ്ങണമെന്ന്. മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അമ്മയെപ്പോലെ തന്നെ നമ്മുടെ ഭാര്യയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, സ്നേഹിക്കണം. ഭാര്യയാണ് പിന്നീട് അമ്മയാകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ദരിയായ സ്ത്രീ എൻ്റെ ഭാര്യയാണെന്ന്. അവരുടെ സ്നേഹവും കെയറും കണ്ടപ്പോൾ എനിക്കും തോന്നി മമ്മൂക്കയുടെ ഭാര്യയും അവർ തന്നെയാണെന്നും രണ്ടുപേർക്കും ദീർഘായുസ് നേരുന്നു എന്നും അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിക്കുന്നുണ്ട്. മമ്മൂക്കയും ഭാര്യയും എത്തിയത് വെറും കൈയോടെയല്ല, അവർക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനവുമായിട്ട് തന്നെയാണ്. 16 വർഷത്തെ ഈ കാത്തിരിപ്പിൽ ഒരിക്കലും ഹനീഫയ്ക്കയുടെ കുടുംബത്തെ മമ്മൂക്ക വെറും കൈയോടെ കാണാൻ ചെല്ലില്ല. ഇന്നുവരെയും ആ കുടുംബത്തിന് ഒരുപാട് സഹായങ്ങൾ ഈ കുടുംബം ചെയ്തിട്ടുണ്ട്.